രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് ഉപ്പുമാവും പപ്പടമൊക്കെ കഴിച്ചിട്ട് പിന്നെ കഞ്ഞിയൊക്കെ അടുപ്പിട്ടിട്ട് പിന്നെ മീൻ വെട്ടാനായി അയലയാണ് കിട്ടിയത്. ഒത്തിരി വലിയ അയലയല്ല, ഒത്തിരി ചെറുതുമല്ല, ഒരു മീഡിയം സൈസ് അയല. പിന്നെ അയലെല്ലാം വെട്ടി തേച്ച് കഴുകിയെടുത്ത് പിന്നെ എപ്പോഴും വെക്കും പോലെ മുളകിട്ട് മീൻകറി വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും എല്ലാം ചതച്ച് ഇട്ടിട്ട് നമ്മൾ മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് മുപ്പിച്ചിട്ട് നോർമലി വെള്ളം ഒഴിച്ചിട്ട് പുളിയും ഉപ്പും എല്ലാം ഇട്ട് അങ്ങ് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. പിന്നെ കുറച്ച് മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നേ അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പം അച്ചാറിന്റെ പാകത്തിന് അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ മാങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ ഉപ്പ് തിരുമ്മി വെക്കുന്നുണ്ട്. കുറച്ചു നേരം ഉപ്പ് തിരുമ്മിയിട്ട് അവിടെ വെച്ചിട്ട് അതിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ഉലുവയിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. വഴന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യും. എന്നിട്ട് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. പിന്നെ നേരത്തെ ഇടാൻ മറന്നുപോയ കറിവേപ്പില ഇട്ട് പിന്നെ മാങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യും കേട്ടോ. മാങ്ങ ഒന്ന് വഴന്നു വന്നാൽ പിന്നെ കടുകും ഉലുവയും കൂടി ചതച്ചതും പിന്നെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി യോജിപ്പിച്ച് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെയാണ് ഞാനിവിടെ അച്ചാറാക്കി എടുക്കുന്നത്.